ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ CETയുടെ റിസൾട്ട് നിങ്ങൾ ഏവരും കാത്തുകൊണ്ടിരുന്ന നമ്മുടെ CET റിസൾട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? റിലീസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്? തുടർന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ബാക്കി നിങ്ങൾ അങ്ങോട്ട് ചെയ്യേണ്ട പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? അതേപോലെ തന്നെ നിങ്ങളുടെ കട്ട് ഓഫും കാര്യങ്ങളും ഏതുവരെയൊക്കെ നിങ്ങൾക്ക് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരും എന്നതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ വീഡിയോ അവസാനം വരെ കാണുക. എന്നാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുന്ന ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. ഓൾസോ നിങ്ങൾക്ക് നമ്മുടെ കൗൺസിലിംഗിന്റെ കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യാം. ഈ വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷവും അതേപോലെ തന്നെ ദുഃഖവും ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ദുഃഖത്തിന്റെ കാര്യം ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫൈനൽ ആൻസർ കീയുടെ കാര്യത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ കൊണ്ട് കഴിയുന്ന ഒരു രീതിയിൽ നമ്മൾ ശബ്ദം ഉയർത്തിയെങ്കിൽ പോലും എന്ത് ചെയ്തിട്ടില്ല, അത് കാര്യമായിട്ടുള്ള ഒരു പ്രതിഫലം നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ല. അതായത് നമ്മുടെ CETയിൽ ഉണ്ടായ മിസ്റ്റേക്കുകൾ അവർ തിരുത്താൻ വേണ്ടി തയ്യാറായിട്ടുള്ള അവർ എന്ത് ചെയ്തിട്ടുണ്ട്, റിസൾട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റിസൾട്ട് റിലീസ് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, റിസൾട്ട് എങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് exams.nta.ac.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കയറാം. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കയറേണ്ട സൈറ്റിന്റെ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് കയറാൻ കഴിയും. അങ്ങനെ ഈ സൈറ്റിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഒന്നും കാണാൻ കഴിയുന്നില്ല. മറിച്ച് ഇതാ ഇവിടെ നിങ്ങൾക്ക് CET UG 2024 സ്കോർ കാർഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ലിങ്കിലോട്ട് നിങ്ങൾ പോയി കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ഫോർ CET 2024 സ്കോർ കാർഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നമ്മുടെ സൈറ്റിൽ കയറാൻ കഴിയും, നിങ്ങളുടെ സ്കോർ കാർഡ് വ്യൂ ചെയ്യാനും കഴിയും. അങ്ങനെ കയറുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ഒരുപാട് ട്രാഫിക് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് പോലെ എന്ത് ചെയ്യത്തില്ല, നിങ്ങളുടെ സ്കോർ കാർഡ് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ഓക്കെ, എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പാനിക് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആ ട്രാഫിക് ഒന്ന് കുറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സൈറ്റിൽ കയറാൻ വേണ്ടി കഴിയും. അങ്ങനെ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്കും കാര്യങ്ങളൊക്കെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. റാങ്കും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഈ ടോട്ടൽ സ്കോർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സ്കോർ വരുന്നതെന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ആണ് അടുത്ത കുട്ടികളുടെ ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ICR ബ്രൗഷർ ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് നിങ്ങളുടെ ICR ബ്രൗഷർ എന്ന് പറഞ്ഞാൽ, ഇതിൽ പേജ് നമ്പർ 17 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റിസൾട്ട്സ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. ഇതിൽ റിസൾട്ട് കൊടുക്കുന്നത് ആരാ, നമ്മുടെ CUT ആണെന്ന കാര്യം ഇതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓൺലൈൻ കൗൺസിലിംഗ് നടക്കുന്നത് നമ്മുടെ ICR വെബ്സൈറ്റിലായിരിക്കും. ICR അണ്ടറിൽ വരുന്ന കോഴ്സുകൾ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കാണ് ICR വെബ്സൈറ്റിൽ എന്ത് ചെയ്യുക, റിസൾട്ട് വരിക. ബാക്കി CUTയുടെ മറ്റു കോഴ്സുകളാണ് നോക്കുന്നതെങ്കിൽ CUTന്റെ മറ്റ് കൗൺസിലിങ്ങിലൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, മുമ്പോട്ട് പോകേണ്ടതാണ്. അപ്പൊ നമ്മൾ മെയിനായിട്ട് ICR ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ICRനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മുടെ ICRലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പോലെ തന്നെ നമ്മുടെ ഇവിടെ എഴുതിയിരിക്കുന്ന ഷോർട്ടായിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ, നിങ്ങളുടെ ഈ ICR വെബ്സൈറ്റായ www.icr.org.in എന്ന് പറഞ്ഞ ഈ വെബ്സൈറ്റിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നിങ്ങളുടെ ഈ ഒരു ബാക്കി പ്രോസസ്സുകളും കാര്യങ്ങളും, നിങ്ങൾ ബാക്കി രജിസ്ട്രേഷൻ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ അവിടെ കൗൺസിൽ ചോയ്സ് ഫില്ലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതെല്ലാം ഓരോരോ സ്റ്റെപ്പ് വൈസ് ആയിരിക്കും ഇനി നടക്കാൻ പോവുക. അത് ഇപ്പോഴെന്തായാലും ഉടനെ നടക്കത്തില്ല. ഞാൻ പറഞ്ഞു കൊള്ളട്ടെ, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 5 to 10 ഡേയ്സ് എങ്കിലും കുറഞ്ഞത് എന്ത് ചെയ്യും, ഇതിനു വേണ്ടി ഈ പ്രോസസ്സ് നടക്കാൻ വേണ്ടി എടുക്കും. അപ്പം നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടില്ല എങ്കിൽ ഉടനെ റെഡിയാക്കി വെക്കുക. ഇനി ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, വളരെയധികം സമയമൊന്നും നിങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യത്തില്ല, ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴേ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ സമയമാകുമ്പോൾ നല്ല ബെനിഫിറ്റ് ആയിരിക്കും. ഓൾസോ നമ്മുടെ ഈ വെബ്സൈറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ വെബ്സൈറ്റിലായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുക. അതല്ലെങ്കിൽ നമ്മുടെ ICR എന്ന് പറഞ്ഞ ICR എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വെബ്സൈറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. വേണമെങ്കിൽ ഞാനിവിടെ ICR വെബ്സൈറ്റ് നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഇപ്പോൾ നിലവിൽ ഓപ്ഷൻസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, അവിടെ അവൈലബിൾ അല്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ICR വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് റിവൈസ്ഡ് UG കൗൺസിലിംഗ് 2023ന്റെ ആ റിസൾട്ട് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇപ്പോഴും അവിടെ ഉള്ളൂ. ഓക്കെ, വേറെ പുതിയതായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇവിടെ വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആപ്ലിക്കൻ ലോഗിൻ എന്നും യൂണിവേഴ്സിറ്റി ലോഗിൻ എന്നൊക്കെ പറഞ്ഞ രണ്ട് ഓപ്ഷൻ കാണാം. യൂണിവേഴ്സിറ്റി ലോഗിൻ നിങ്ങൾക്കുള്ളതല്ല, അത് യൂണിവേഴ്സിറ്റിക്ക് ഉള്ളതാണ്. ആപ്ലിക്കൻ ലോഗിനിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ബാക്കി പ്രോസസ്സുകളൊക്കെ നിങ്ങളാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പം ഈ കാര്യത്തിൽ നിങ്ങൾക്ക് പിന്നെയും ഡൗട്ടുകളുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൗൺസിലിംഗ് ജോയിൻ ചെയ്യുക. അതെല്ലാം നമ്മൾ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ആ ഡോക്യുമെന്റ്സും കാര്യങ്ങളും മാത്രം റെഡിയാക്കി തന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ നോക്കിക്കോളാം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല, വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ആവശ്യം വരത്തില്ല. ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന്റെ UG ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നോക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഓപ്ഷൻ കാണാം. ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കാണാൻ കഴിയും.
ഓൾസോ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റീസും അവിടുത്തെ കോഴ്സിന്റെ ഫീസും ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണുന്ന യൂണിവേഴ്സിറ്റി ആൻഡ് കോഴ്സ് വൈസ് ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ UG ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇനി നമ്മുടെ കട്ട് ഓഫിന്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു 280+ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് സേഫ് ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കരുതിക്കൊള്ളുക. അഗ്രികൾച്ചർ ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ 280+ സ്കോർ ഞാൻ പറയുന്നില്ല ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ടിൽ കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. മോപ്പപ്പ് വരെ നിങ്ങൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും 280+ സ്കോർ ഉള്ള കുട്ടികളാണെങ്കിൽ. ഓക്കെ, അതിൽ കൂടുതൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. ഒരിക്കലും കേരളത്തിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിച്ച് ഈ ഒരു സ്കോറും വെച്ച് നിൽക്കാൻ പാടില്ല. നിങ്ങൾക്ക് 280 അല്ല, 300 അല്ല, 400+ സ്കോർ ഉണ്ടെങ്കിൽ മാത്രം, 450 അടുപ്പിച്ച് സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, കേരളത്തിൽ ഒരു അഗ്രികൾച്ചർ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ CUT വഴി ലഭിക്കത്തുള്ളൂ, അഥവാ ICR വഴി ലഭിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ നീറ്റ് വഴി നേടാവുന്നതാണ്. നീറ്റിന്റെ സ്കോർ നിങ്ങൾക്ക് അറിയാം, ഓൾമോസ്റ്റ് ഒരു 500 അബവ് നിങ്ങൾക്ക് സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നീറ്റിൽ നിങ്ങൾക്ക് നിങ്ങളെ പരിഗണിക്കത്തുള്ളൂ. അതായത് റാങ്ക് വൈസ് ആണ് നമ്മൾ പൊതുവെ പറയാറ്, നമ്മൾ സ്കോർ വഴി നമ്മൾ എന്ത് ചെയ്യാറില്ല, പറയാറില്ല. റാങ്കിന്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു 9000 റാങ്ക് ഒക്കെ, കീമിന്റെ റാങ്കാണ് ഞാൻ പറയുന്നത്, 9000 റാങ്ക് ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കേരളത്തിന്റെ അകത്ത് സീറ്റ് ഏതെങ്കിലും ഒരു അഗ്രികൾച്ചർ കോളേജിൽ സീറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇതും സെക്കൻഡ് കട്ട് ഓഫ് ആണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് റൗണ്ട് കട്ട് ഓഫിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓൾമോസ്റ്റ് 9000 സംതിങ്. മോപ്പപ്പ് ആകുമ്പോൾ ചിലപ്പോൾ സീറ്റ് വേക്കൻ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലും നിങ്ങൾക്ക് സീറ്റ് കുറച്ചും കൂടെ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ സ്കീമിന്റെ റാങ്ക് വന്നതിന് ശേഷം, സ്കീമിന്റെ റാങ്കിൽ നിങ്ങൾക്ക് എത്ര റാങ്ക് വരുന്നതെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതനുസരിച്ച് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണോ, അതിലോട്ട് ആ കൗൺസിലിംഗിൽ പങ്കെടുക്കണോ എന്ന കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, തീരുമാനിക്കാം. ഓൾസോ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോളാം, നമ്മുടെ കേരളത്തിലെ കോളേജ് അല്ല ബെസ്റ്റ് അഗ്രികൾച്ചർ കോളേജ് എന്ന് പറയുന്നത്. അതിലും നല്ല ബെസ്റ്റ് അഗ്രികൾച്ചർ കോളേജ് കേരളം തന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഓൾമോസ്റ്റ് 40യുടെയും താഴെയാണ് റാങ്ക് വരുന്നത്. എന്നാൽ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാടോ ഓൾമോസ്റ്റ് 10ന്റെ അകത്ത് എപ്പോഴും റാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ തമിഴ്നാട് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെളിയിലോട്ട് പോയി എക്സ്പ്ലോർ ചെയ്ത് നമ്മുടെ പ്രൊഫഷണൽ ഡിഗ്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നല്ലൊരു കോളേജ്, മാക്സിമം നല്ലൊരു എൻവയൺമെന്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, പോകുന്നതായിരിക്കും നമ്മുടെ ഭാവിയിലും അങ്ങോട്ടുള്ള പഠനങ്ങൾക്ക്, പ്ലേസ്മെന്റിനും കാര്യങ്ങൾക്കും എല്ലാവർക്കും എന്ത് ചെയ്യുക, ഉപകരിക്കാം. ഒരിക്കലും ഞാൻ നമ്മുടെ കേരളത്തിലെ കോളേജ് നമ്മളെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, അത് അങ്ങനെയാണ്, വാസ്തവം നിങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നല്ലത്. അതേസമയം കേരളം മതി, വെളിയിലോട്ട് പോകുന്ന അത്രയും എന്താ ഹോം സിക്നെസ് ഒക്കെ ഉള്ള കുട്ടികളൊക്കെ ആണ്, ഹോം സിക്നെസ് അത്ര സീവിയർ ആയിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ സ്റ്റിക്ക് ചെയ്യാൻ നോക്കുക. ബാക്കിയുള്ള കുട്ടികളാണെങ്കിൽ വെളിയിൽ പോയി എക്സ്പ്ലോർ ചെയ്യുക. അതാണ് നിങ്ങളുടെ ഒരു സീനിയർ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ വീഡിയോകളുമായിട്ട് കാണാം. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓൾസോ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഇതേപോലത്തെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഏറ്റവും കേരളത്തിൽ തന്നെ ആദ്യം നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. സോ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ ഒരു ലൈക്ക് ഉറപ്പായിട്ടും തരണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.